നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും നമ്മൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് മാവേലിയോടെ ബാക്കി ഉണ്ടാവുമല്ലേ. അപ്പോൾ ഇതുപോലെ ദോശമാവ് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയാലുണ്ടല്ലോ, എന്തായാലും നിങ്ങൾ മാവ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് നല്ല മൊരിഞ്ഞ വട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ചൂടുള്ള ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് ഞാനിവിടെ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതേ കപ്പിന് തന്നെ 1 കപ്പ് റവയാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. നമ്മൾ റവ ഇട്ടെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം വേണം ഇട്ടെടുക്കാൻ. ഇനി നമുക്ക് ഒട്ടും കട്ടയില്ലാത്ത നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. നമ്മൾ സാധാരണ റവ കൊണ്ട് ഉപ്പുമാവ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു വറുക്കാത്ത റവ കേട്ടോ. ഈ വറുത്ത റവ വേണമെങ്കിൽ ഉടക്കി വരുന്നത് വരെ നമുക്ക് റവ നന്നായിട്ട് തന്നെ വേവിച്ച് ഇതിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു പിന്നെ റവ നന്നായിട്ട് മറന്ന് വരുന്നതാണ് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. വെള്ളമൊക്കെ അതിൽ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഡ്രൈ ആയി വരുന്നവരെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി റവ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറി വരട്ടെ കേട്ടോ. അപ്പോൾ ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ദോശമാവാട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം അരച്ചെടുത്ത് പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ പിറ്റേ ദിവസത്തെ നന്നായിട്ട് പൊങ്ങി വന്ന മാവാട്ടോ വേണ്ടത്. അല്ലാതെ അന്ന് അരച്ചെടുത്ത ദോശമാവ് എടുക്കരുത്. ഇത് നമുക്ക് കുറേശ്ശായിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 1/4 കപ്പോളം ദോശമാവ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കട്ടിയുള്ള ദോശമാവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട് എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു 10 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളി നമുക്ക് കുറച്ച് കൂടുതലെടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും ചെയ്യും കേട്ടോ. ചെറിയ ഉള്ളിയാണ് എടുക്കേണ്ടത്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളിടത്ത് എരിവൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കേട്ടോ. പിന്നെ ഒരു 2 കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചി പീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് മല്ലിയിലും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊക്കെ നമ്മൾ ദോശമാവ് ചേർത്ത് കുഴച്ചെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കേണ്ടത്. അതിന് മുൻപ് തന്നെ ഇതും കൂടെ ചേർത്ത് കൊടുത്താൽ ഇതാകെ മൊത്തത്തിൽ പൊടിഞ്ഞ് ഇതാവും കേട്ടോ. അപ്പോൾ ദോശമാവൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ. പിന്നെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയൊരു പാത്രം എടുത്തതുകൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഓരോ ബോൾസാക്കി എടുത്തതിന് ശേഷം വടൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. അല്ലെങ്കിൽ കൈമ കുറച്ച് വെള്ളമാക്കിയാലും മതി കേട്ടോ. എന്നാലും ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ ഇതുപോലെ ഒരു ബോൾസാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഒരു വടൻ്റെ ഷേപ്പിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഉൾഭാഗത്ത് ഹോളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഉൾഭാഗത്തൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയും കൂടെ ആകുമല്ലോ. ഒരു വടൻ്റെ ഷേപ്പ് കിട്ടും ചെയ്യും. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്.
നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കുറച്ച് കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം ഇത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂട് വേണം. അപ്പോൾ ചെറിയൊരു പാനായതുകൊണ്ട് 2 എണ്ണം വെച്ചാട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളെടുക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ എണ്ണ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ അത് അടിഭാഗം ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം കൂടെ ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ദോശമാവ് വെച്ചിട്ട് നല്ല മുരിഞ്ഞ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂടുള്ള ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പിൻ, ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.